പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയം ദർശനവും ദിശാബോധവും എന്നാണ്. ദർശനവും ദിശാബോധവും, ഇംഗ്ലീഷിൽ വിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. ദിശാബോധം, ഓറിയൻറ്റേഷൻ, അതേ സംബന്ധിച്ച് ഇതിനു മുമ്പും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ദർശനവും ദിശാബോധവും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് സവിശേഷമായ ഒരു ബലവും അർദ്ധതലവും ഉണ്ടായി വരുന്നതായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്താണ് നമ്മൾ ഈ ദർശനവും ദിശാബോധവും എന്ന് ചേർത്ത് വയ്ക്കുന്നതിൻ്റെ പിമ്പിൽ? ദിശാബോധം എന്നാൽ നമ്മൾ ഏതു വഴിയെ പോയാൽ നമുക്ക് ജീവിതം വിജയകരമാക്കി തീർക്കാൻ സാധിക്കും. അതേ സംബന്ധിച്ചുള്ള സുവ്യക്തമായ ഒരു അവബോധമാണ് ദിശാബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിജയത്തിലെത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുന്ന സുവ്യക്തമായ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാണുന്ന ഒരു വഴിയുണ്ട്, ഒരു മാർഗമുണ്ട്. അതേ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ തീർച്ചയായും നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക തന്നെ വേണം. എന്നാൽ ഈ ദിശാബോധം നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ ശക്തമാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം അതേ സംബന്ധിച്ചുള്ള ഒരു സമഗ്രവും സുവ്യക്തവുമായ ഒരു ദർശനം ആവശ്യമുണ്ട് എന്നുള്ളത്. അതാണ് വിഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ദർശനത്തിൽ നമ്മൾ അടിയുറപ്പിച്ചുകൊണ്ട് ദിശാബോധം നന്നായി സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുമ്പോഴാണ് വിജയം സുനിശ്ചിതമായി തീരുന്നത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി ഈ ആശയം വരുവാൻ സാധ്യതയുണ്ട്. ഓട്ടക്കളത്തിൽ ഒരാൾ ഓടുവാൻ ഒരുങ്ങുകയാണ്. അയാളുടെ മനസ്സിൽ എന്താണ്? എനിക്ക് ഒന്നാമനാവണം, എനിക്ക് അങ്ങനെ വിജയം കൈവരിച്ചുകൊണ്ട് ഒരു ട്രോഫി, ഒരു സമ്മാനം സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ഉറച്ച ഒരു ബോധം, ലക്ഷ്യബോധം ഉണ്ടാവുമ്പോൾ അതോട് ചേർന്ന് അവിടേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമ്മളിൽ ശക്തമായി ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അവിടെ വിജയം ഉറപ്പാണ്, സംശയമൊന്നുമില്ല. ദർശനവും ദിശാബോധവും, അങ്ങനെ ഒരു ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിലുണ്ടായോ? പലതരത്തിലുള്ള ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പാണ്. അതേസമയം തന്നെ ദൈവത്തിൻ്റെ വിളിയും നിയോഗവുമാണ്. നിങ്ങൾക്കൊരു വൈദ്യരാകാം, ഡോക്ടർ. നിങ്ങൾക്ക് ഒരു വൈദികനാകാം, സുവിശേഷകനാകാം, ഒരു നല്ല സാമൂഹിക സേവകനാകാം. ഇങ്ങനെ എത്രയോ വഴികളുണ്ട് നമുക്ക് സ്വീകരിക്കുവാൻ. ഒരു ശാസ്ത്രജ്ഞനാകാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എത്തിച്ചേരുവാൻ എനിക്കതായിത്തീരണം, അങ്ങനെ ആവണം എന്നുള്ള ഒരു ലക്ഷ്യബോധം വ്യക്തമായി നമ്മളുടെ കൺമുമ്പിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് വ്യക്തമായി ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്. ആ വിഷൻ എന്നുള്ളതിന് കാഴ്ചപ്പാടാണ്, ദർശനമാണ്, ലക്ഷ്യബോധമാണ്. ഇങ്ങനെ പല തരത്തിൽ പല വാക്കുകൾ കൊണ്ട് അതിനെ നമുക്ക് വിടർത്തി പറയാനും ചിന്തിക്കാനും സാധിക്കും. അത് ആ ലക്ഷ്യബോധത്തിലെത്തുവാൻ നമുക്ക് ഏതു വഴി സ്വീകരിച്ചാൽ നോക്കൂ.
പല വഴികളുണ്ട്. നേർവഴിയുണ്ട്. വ്യതിചലിച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ സാധ്യതയുള്ള പുതിയ പുതിയ സാഹചര്യങ്ങളും ചുറ്റുവട്ടങ്ങളും വന്നുകൂടുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പല വഴി തിരിഞ്ഞു പോകുവാനുള്ള ആകർഷണവും പ്രേരണയും ഒക്കെ ഉണ്ടായിരിക്കവേ തന്നെ ഓട്ടക്കാരൻ അയാളുടെ കണ്ണ് റൈറ്റ് ട്രാക്കിലായിരിക്കും. നമ്മൾ പറയില്ലേ, ആർ യു ഇൻ ദ റൈറ്റ് ട്രാക്ക്? ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന ദിശയിൽ നമ്മൾ ആ ദിശയിൽ തന്നെയാണോ നമ്മളുടെ ആദ്യത്തെ ചുവട്? അതിനടുത്ത് വെക്കുന്ന ചുവട് വളരെ ശ്രദ്ധയാണ്. ഓട്ടക്കടത്തിൽ ഓടുന്നവർക്ക് പല ട്രാക്കുകളുണ്ട്. 100 മീറ്റർ, 100 മീറ്റർ റേസ് ഓടുമ്പോൾ പല ട്രാക്കുകളുണ്ട്. ബട്ട് യു ഷുഡ് റിമെയിൻ ഇൻ യുവർ ഓൺ ട്രാക്ക് സോ ദാറ്റ് യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ തന്നെ ട്രാക്കിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ശക്തമായ ആക്കവും നീക്കവും ചുവടുവയ്പ്പുകളും, അതാണ് ദിശാബോധം. ദിശാബോധത്തിൽ വ്യക്തമായ ചുവടുകൾ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വൈവിധ്യമാർന്ന ജീവിത നിയോഗങ്ങളും ജീവിത അന്തസ്സുകളും ഈ വൈവിധ്യമാർന്ന മാർഗങ്ങളിൽ, വഴികളിൽ, ലക്ഷ്യങ്ങളിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിൻ്റെ നിയോഗം, നിൻ്റെ വിളി? ഏത് വഴിക്ക് പോയാലാവും നിൻ്റെ ജീവിതം സംതൃപ്തമാവുക, നിൻ്റെ ജീവിതം വിജയകരമായി എന്ന് നിനക്ക് തന്നെ ഊറ്റം കൊള്ളുവാൻ, അങ്ങനെ അതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ കഴിയും വിധം തീർച്ചയായും ശാന്തമായി നമ്മൾ അവയൊക്കെ ചിന്തിച്ചെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലത് വേണ്ട എന്ന് വെക്കേണ്ടി വരും, ചിലത് മാത്രം മതി എന്ന് നിശ്ചയിച്ച് ഉറക്കേണ്ടി വരും. എല്ലാ വഴികളും നമുക്ക് കൊള്ളില്ല. എല്ലാ കൂട്ടുകാരും ഈ ലക്ഷ്യത്തിലെത്താനും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന ദിശയിലൂടെ തന്നെ പ്രയാണം ചെയ്യാനും നമ്മെ സഹായിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് വഴിയാണ് പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പാക്കിക്കൊള്ളണം. ഏതുതരം സ്നേഹിതരാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, ഒപ്പം കൂട്ടുന്നത് എന്ന് വളരെയേറെ ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? തീർച്ചയായും ചില കൂട്ടുകാർ വന്നു പെട്ടുപോയാൽ നീയും അതിൽ പെട്ടുപോവുകയുള്ളൂ. ചിലപ്പോൾ പട്ടുപോകാനുമുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ വെല്ലുവിളികളായി സ്വീകരിച്ചുകൊണ്ട് വകഞ്ഞുമാറ്റി ഉറച്ച ലക്ഷ്യബോധത്തോടെ അതിൽ തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കും വിധം ഉറപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ, ദർശനം വ്യക്തമായോ? ദിശാബോധം സുവ്യക്തമായി നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞോ? ശാന്തമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാലാവും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. ദൈവനിയോഗം അതുതന്നെയാണോ എന്ന് പ്രാർത്ഥിച്ച് ഉറപ്പാക്കുവാൻ ശാന്തമായി ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ സമർപ്പിക്കണം. നമ്മെ തന്നെ, നമ്മുടെ ചിന്തയെയും നമ്മുടെ വിചാരങ്ങളെയും സമസ്തമായ നമ്മുടെ ജീവിതത്തിൻ്റെ ആളത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ തന്നെ ദൈവനിശ്ചയം, നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആലോചന തെളിഞ്ഞു വരുന്നതായി നമുക്ക് ബോധ്യം വരും. സംശയമൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ ജീവിതം വിജയത്തിലെത്തിക്കുവാൻ ദൈവികമായി
നമ്മളെ സംബന്ധിച്ച് എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പൂർത്തീകരിക്കുവാൻ, അങ്ങനെ ജീവിതം സഫലമാക്കി തീർക്കുവാൻ നമുക്ക് പ്രത്യേകമായി നമ്മളെ തന്നെ സജ്ജമാക്കാം. ദർശനവും ദിശാബോധവും, വളരെ വ്യക്തമായ ഒരു ദർശനം ജീവിതത്തെ സംബന്ധിച്ച്, ലക്ഷ്യബോധം, അതിലെത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു മാർഗം, ദൈവത്തിൻ്റെ കൃപയിൽ ആലോചനയിൽ മുമ്പോട്ട് പോകുവാൻ, ഓരോ ചുവടുവയ്പ്പുകളും അതിലെത്തിച്ചേരുവാൻ ചേരും വിധം നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുവാൻ പ്രത്യേകമായി ശ്രമിക്കാം. ദൈവത്തിൻ്റെ കരുണ കുഞ്ഞുങ്ങളെ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകും.